സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന അത് കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി അല്ലാതെ അല്ലെ കണ്ണുനീർ നിറയാതെ അല്ലെ കണ്ണ് നിറയാതെ നിങ്ങൾക്കത് കണ്ടു തീർക്കാൻ സാധിക്കാത്തൊരു വീഡിയോ ആണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഇതിഹാസം, മലയാളത്തിന്റെ മൂത്തൻ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമ്മൾ പലപ്പോഴും മമ്മൂക്കയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെ പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും പല ആളുകളുടെയും പല തരത്തിലുള്ള മെഴുകലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയുണ്ടായത്. ആ വീഡിയോയിൽ ഏഞ്ചലോ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ആ കുഞ്ഞിന് ജന്മനാ കേൾവി ശക്തി ഇല്ലാതെ ആയിപ്പോയി. ഒരു വർഷത്തോളം കുഞ്ഞിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വിളിക്കുമ്പോഴൊന്നും അവൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നീട് അവനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അവന് കേൾവി ശക്തി ഇല്ല എന്നുള്ള പറയുന്ന ആ ഒരു വലിയൊരു വിഷമകരമായ അവസ്ഥ അവർ അറിയുന്നത്, അല്ലെ സങ്കടകരമായിട്ടുള്ള ആ ഒരു കാര്യം അവർ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ 10,00,000 രൂപയ്ക്ക് മുകളിൽ ആ ഒരു ചികിത്സാ ചെലവ് വേണ്ടി വരുമെന്ന് അവർ അറിയുന്നു. അങ്ങനെ അറിഞ്ഞതിന്റെ ഫലമായിട്ട് കൂലിപ്പണിക്കാരനായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതൊരു സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അവർ അതിന്റെ പിന്നാലെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മൂത്തവന്റെ കെയർ ആൻഡ് ഫെയർ എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷനെ പറ്റി അറിയുന്നതും അതിനു വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് അയക്കുന്നതും. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളെ വാർത്ത കാണിച്ചു തരാം. ആ വാർത്ത കണ്ടിട്ട്, വാർത്തയ്ക്ക് മുൻപ് വേറൊരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി ഹൃദയഭേദകമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നൊരു വീഡിയോ ആയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടൊക്കെ കയറ്റിയിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് ആ ഒരു വാർത്തകളിൽ വന്നിരിക്കുന്നത് എന്നുള്ള വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. നിന്റെ പേര് ഇതുവരെ ആരും വിളിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയാണ്. ഞാനാണ് വിളിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി. ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടി? ആ മമ്മൂക്കയാണ് ഞാൻ. ഇപ്പൊ നിനക്ക് നല്ലോണം കേൾക്കാമല്ലോ. നല്ലോണം പഠിച്ച് അച്ഛനും അമ്മയൊക്കെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കുട്ടിയായി വളരുക കേട്ടോ. സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്റെ പൊന്നു മക്കളെ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് ഈ മനുഷ്യനെ വിളിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ജീവിതത്തിലും സിനിമയിലും എല്ലാ തരത്തിലും ഹീറോ ആയിട്ടുള്ള മമ്മൂക്ക ആ ഏഞ്ചലോ എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ചിട്ട്, മോനെ ഏഞ്ചലെ, ഞാനാണ് മമ്മൂക്ക, അല്ല ഞാനാണ് മമ്മൂട്ടി, സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് നീ കണ്ടിട്ടില്ലേ, ആ മമ്മൂട്ടിയാണ് നിന്നെ വിളിക്കുന്നത്, നീ ആദ്യമായിട്ടാണ് നിന്റെ ഈ ശബ്ദം അല്ലെ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുന്നത്, അതെന്റെ ശബ്ദം തന്നെയാണ്, നിന്റെ ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മകനെ അല്ലെ ആ ഒരു കുഞ്ഞിനെ വിളിച്ച് സംസാരിക്കുകയാണ്. നമുക്കറിയാം, രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് മമ്മൂക്ക സംഘടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് സഹായകമാം വിധം ഒരുപാട് നല്ല കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം 14 അല്ലെങ്കിൽ 25 മുകളിൽ നല്ല പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ തരത്തിൽ, ഇപ്പോൾ കാഴ്ചയില്ലാത്തവർക്കാണെങ്കിൽ കാഴ്ച വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കേൾവിയില്ലാത്തവർക്കാണെങ്കിൽ അതിനു വേണ്ടിയിട്ട്, മറ്റുള്ള എന്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കെല്ലാം അർഹതപ്പെട്ട കരങ്ങളിലേക്ക് തന്നെ ഡയറക്റ്റ്ലി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ചികിത്സാ ചെലവുകളടക്കം എല്ലാ കാര്യങ്ങളും നോക്കുന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ഒരു ഫൗണ്ടേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും പലരും ചെയ്യുന്നത് നാട്ടുകാരെ മുഴുവനും കൊട്ടിഘോഷിച്ച് അറിയിപ്പിച്ചുകൊണ്ടൊക്കെയാണ്. എന്നാൽ മമ്മൂക്ക ഈ പറയുന്ന രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്ന വാത്സല്യം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് എന്നു മുതലാണ്? ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുതലാണ്. ഇതെല്ലാം അനുഭവിക്കുന്ന, അല്ലെ ഇതിന്റെ എല്ലാം പ്രിവിലേജുകൾ പല ആളുകൾക്കും കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പബ്ലിക്കലി വന്ന് പറയാനായിട്ട് ആരെയും കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല, അല്ലെ ആരും ചെയ്യുന്നുമില്ല. മമ്മൂക്കയ്ക്ക് അങ്ങനെയുള്ള ചീപ്പ് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ഈ അടുത്ത കാലത്താണ് മമ്മൂക്ക ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് അറിഞ്ഞു തുടങ്ങേണ്ട, അല്ലെ അറിയേണ്ട കാര്യം തന്നെയാണ്. എല്ലാ ആളുകളും ഇതേപോലെ തന്നെ മമ്മൂക്ക ചെയ്യുന്നത് പോലെ തന്നെ, മമ്മൂക്ക ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ സുന്ദരമായനെ, അല്ലേ? അവർ അഭിനയിച്ച് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിന്റെ ഒരു പാതി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അത് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു മനുഷ്യന് ഈ 75 76 വയസ്സായിട്ടും ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ എടുത്തു പറയാം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് വാർത്തയിൽ വന്നിരിക്കുന്നത്, റിപ്പോർട്ട് ചാനൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വാർത്തയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. മോനെ ആഞ്ചലോ, നിന്റെ പേര് ഇതുവരെ ആരും വിളിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയാണ്. ഞാനാണ് വിളിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി. നീ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടി? ആ മമ്മൂക്കയാണ് ഞാൻ. ഇപ്പം നിനക്ക് നല്ലോണം കേൾക്കാമല്ലോ. നല്ലോണം പഠിച്ച് അച്ഛനും അമ്മയൊക്കെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കുട്ടിയായി വളരുക കേട്ടോ. സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
നമസ്കാരം, എൻ്റെ പേര് ജെയ്സൺ സെബാസ്റ്റ്യൻ. ഞാൻ സേനാപതി ഗ്രാമപഞ്ചായത്ത് ചെമ്മണ്ണാർക്കരയിൽ താമസിക്കുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഏഞ്ചലോ. എനിക്ക് മൂത്തൊരു പെൺകുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനും അമ്മയുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെയാണ്. ഇവന് ജന്മന കേൾവിശക്തി ഇല്ലായിരുന്നു. കണ്ടുപിടിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷങ്ങളായുള്ളൂ. ചെറുപ്പം മുതലേ ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്ത് പറഞ്ഞാലും അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു 1.5 വർഷമൊക്കെ ആയുള്ളൂ ഇത് ഞങ്ങളിത് തിരിച്ചറിഞ്ഞിട്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവന് 2 ചെവിക്കും കേൾവിശക്തി ഇല്ലായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി മാത്രമേ അതിനുള്ളൊരു പ്രതിവിധി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 10-12 ലക്ഷം രൂപത്തോളം ആകും. ഞങ്ങൾ ഈ കൂലിപ്പണിക്കാരായ ആൾക്കാരാണ്, വലിയ സാമ്പത്തികമൊന്നുമില്ല ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാശ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും രാജഗിരി ഹോസ്പിറ്റലും കൂടെ സംയുക്തമായിട്ട് കാതോട് കാതോരം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തായിരുന്നു. അതിൽ ഞങ്ങൾ പേപ്പറിൽ കാണുകയും ഞങ്ങളതിൽ വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെല്ലുകയും രാജേഷ് രാജു ഡോക്ടറെ കാണുകയും ചെയ്തു. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ചും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഡോക്ടർ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി അതിന് കഴിയുമെങ്കിൽ ഉറപ്പായും ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്യുകയും ചെയ്തു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്, അവന് കേൾക്കാം. ഇപ്പോൾ അവനാണെങ്കിൽ സൗണ്ടിനോടെല്ലാം പ്രതികരിക്കുന്നുണ്ട്, കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവന് അതുമായിട്ടൊരു ഇത് ആയി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തെന്ന എല്ലാവർക്കും, ചെയ്തെന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കണ്ടില്ലേ, കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു പദ്ധതി മമ്മൂക്ക ഇനോഗ്രേഷൻ ചെയ്തത് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഈ രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ വേറെയും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് മമ്മൂക്ക വന്നത്. അന്ന് മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയല്ല, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന വലിയ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് മുന്നിലേക്ക് നിൽക്കും എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇവിടെ മമ്മൂക്കയെ പറ്റി മമ്മൂക്കയെ ഈ പറയുന്ന ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ട് വീട്ടിൽ വന്നു, ഹവാല ഇടപാട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിക്കൊണ്ടിരുന്ന കുറച്ച് മക്കളുണ്ട്. ആ മക്കളൊക്കെ ഇതൊന്ന് കാണണം. ഇനി ഹവാല ഇടപാടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചെങ്കിൽ പോലും അത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്കൊരു സഹായമാവട്ടെ എന്ന് കരുതി ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഒരു പണം വെളുപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. മമ്മൂക്കയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ ഈ ഭൂട്ടാനിൽ പോയി വാഹനം കടത്തിക്കൊണ്ട് വരലോ അങ്ങനെയുള്ള ഉടായ്പകളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. GST എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ പറയുന്നൊരു നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് ഉടായ്പ കാണിക്കേണ്ട ആവശ്യമുണ്ട്? ഒരിക്കലും ഇല്ല. അപ്പം മമ്മൂക്കയെ പറ്റി പല രീതിയിൽ പല സമയങ്ങളിൽ പല അർത്ഥതലങ്ങളിൽ കൂടി സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ കുരുപൊട്ടുന്നുണ്ടാവാം. കാരണം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത, നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങളാണ് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ ഇനി എന്തൊക്കെ മെഴുകിയാലും എന്തൊക്കെ പറഞ്ഞാലും ആ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം നോക്കിയും കണ്ടും അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. ആ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? മോനെ ഏഞ്ചലോ ഞാനാണ് മമ്മൂക്ക, സിനിമയിലൊക്കെ കാണുന്ന ആളില്ലേ അതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവനെ ശബ്ദത്തിന്റെ പുതിയ ലോകത്തിലേക്ക് അല്ലെങ്കിൽ വർണ്ണാഭമായിട്ടുള്ള പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് മമ്മൂക്ക നേരിട്ട് ഇറങ്ങി ചെന്നിരിക്കുകയാണ്. നമുക്കറിയാം, സന്ധ്യ എന്ന് പറയുന്നൊരു വീട്ടമ്മയുടെ കാല് നഷ്ടപ്പെട്ട് കാല് വെച്ച് നൽകിയിട്ട് ആ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മമ്മൂക്ക ആ ആശുപത്രി വരാന്തകളിൽ കൂടി നടന്ന് അവർക്കൊരു പോസിറ്റീവ് എനർജി അല്ലെ അവർക്കൊരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും എല്ലാ ആളുകൾക്കും താങ്ങായിട്ടും തണലായിട്ടും നിന്നിട്ടുള്ള മമ്മൂക്ക ഇനിയും എന്നും ദീർഘായുസോട് കൂടി ഈ കാര്യങ്ങൾ എന്നും ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ദൈവമാണെന്ന് ചോദിച്ചാൽ ദൈവമല്ല, ഒരു മനുഷ്യനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനുമല്ല. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാ ആളുകളെയും സഹായിക്കുന്ന, എല്ലാ ആളുകളുടെയും വിഷമം മനസ്സിലാക്കുന്ന, എല്ലാ ആളുകൾക്കൊപ്പം എക്കാലത്തും നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക. ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. എന്തൊക്കെ മെഴുകിയാലും എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ തന്നെ ഈ നാട്ടിലുണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നത്. കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളിത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരേ സമയത്ത് സന്തോഷവും വിഷമവും എല്ലാം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും, അല്ല നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം.
എന്നും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മമ്മൂക്ക നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ ഈ പറയുന്ന ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള പദ്ധതികളിൽ നിങ്ങൾക്കും അംഗമാകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദ്ധതികളിൽ കൂടി നിങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം, സർക്കാർ തരുന്നതിനേക്കാൾ അപ്പുറം കേട്ടോ. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു നല്ലൊരു മനുഷ്യനെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കത്തില്ല. ഇതെന്നും ഉണ്ടാവട്ടെ, ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.